കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്ലാസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. ഇടുക്കി തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിലാണ് വിദ്യാലയം താൽക്കാലികമായി പ്രവർത്തിക്കുക. ഓഫീസ് കേന്ദ്രീകരിച്ച് അഡ്മിഷൻ നടപടികളും ആരംഭിച്ചു. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിദ്യാലയത്തിൽ അടുത്ത മാസം മുതൽ ക്ലാസുകൾ തുടങ്ങും. തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ തുറന്ന ഓഫീസിൽ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. വലിയ പ്രവർത്തനമായിരുന്നു. അതിലെല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒത്തുചേർന്നു എന്നുള്ളതാണ്. കേന്ദ്രീയ വിദ്യാലയം സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അക്കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയായി. 2024 ഡിസംബർ മാസത്തിലാണ് കേന്ദ്ര സർക്കാർ 85 കേന്ദ്രീയ വിദ്യാലയങ്ങൾ രാജ്യത്ത് അനുവദിച്ചുകൊണ്ട്, അതായത് ഈ ചലഞ്ച് മെത്തേഡിലൂടെ, ഞാൻ വിശദീകരിച്ച ചലഞ്ച് മെത്തേഡിലൂടെ പാസ്സായ 85 വിദ്യാലയങ്ങൾക്കുള്ള അനുമതി നൽകുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നും നമുക്ക് ലഭ്യമായ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയമാണ് ഈ തൊടുപുഴ എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത അവിടെ നിലനിൽക്കുന്നത്. വിദ്യാലയത്തിനായി 7 ഏക്കർ ഭൂമി തൊടുപുഴയ്ക്കടുത്ത മ്രാലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാലയം താൽക്കാലികമായി പ്രവർത്തിക്കുന്ന തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ, ഓഫീസ്, ശുചിമുറി എന്നിവ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു. 1 മുതൽ 5 വരെ ക്ലാസുകളിലേക്ക് കേന്ദ്രീയ വിദ്യാലയ സംഘടന പ്രവേശന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് അഡ്മിഷൻ നൽകുന്നത്. ഡിസംബറിൽ അനുവദിച്ച 85 കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒന്ന് തൊടുപുഴ ഇടുക്കിയിലാണ്. ആ തൊടുപുഴയിൽ 7 ഏക്കർ മ്രാളയിൽ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി വരികയാണ്. അതോടൊപ്പം തന്നെ ടെമ്പററി ബിൽഡിങ്ങും നമ്മൾ ഏറ്റെടുത്തു. ഒക്ടോബർ മാസം 4-ാം തീയതി മുതൽ നമ്മൾ ഫോം ഇഷ്യൂ ചെയ്യുകയാണ്. 15-ാം തീയതി വരെ ഫോം സബ്മിറ്റ് ചെയ്യാം. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അത് എല്ലാ ക്ലാസ്സിലും 40 കുട്ടികളെ വീതമാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതിൽ 1-ാം ക്ലാസ്സിൽ നമുക്ക് RT റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം 10 കുട്ടികൾക്ക്, അതായത് സ്കൂളിന്റെ 8 കിലോമീറ്റർ പരിധിയിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC, അതുപോലെ EWS, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, അങ്ങനെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 10 സീറ്റ് ലോട്ടറി ഇട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അവർക്ക് 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഫ്രീ ആണ്. 40 സീറ്റ് ആണ് എല്ലാ ക്ലാസ്സിലും 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ ഉള്ളത്. ഇടുക്കിയിലെ 2ാമത്തെ കേന്ദ്രീയ വിദ്യാലയം കൂടി പ്രവർത്തനം തുടങ്ങുന്നതോടെ മലയോര ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.